ഏറ്റവും വികസിത രാജ്യമെന്ന് വിശേഷിപ്പിക്കുന്ന യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ ഈ പാൻഡമിക് കഴിഞ്ഞിട്ട് there has been a huge revival of trade union activity in America. And that is now being, and despite mainstream media അത് റിപ്പോർട്ട് അവിടുത്തെ മെയിൻസ്ട്രീം മീഡിയ റിപ്പോർട്ട് ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിച്ചിട്ടും they cannot ignore it. എല്ലാവരും കാൾ മാർക്സിനെ ഇൻവോക്ക് ചെയ്ത് കാണും. ജസ്റ്റ് ലൈക്ക് എവ്രിബഡി ഇൻവോക്സ് ദ സെയിം ഗോഡ്സ് ആൻഡ് സെയിം റിലീജിയസ് ഫിഗേഴ്സ് ആൻഡ് ഓൾ ദാറ്റ് ഫോർ ഈച്ച് വൺ ഓഫ് ദെയർ ക്രേസി വെഞ്ചേഴ്സ് ആരായാലും. പക്ഷേ ദാറ്റ് ഡസൻറ്റ് ഡീലെജിറ്റിമൈസ് കാൾ മാർക്സ് പറഞ്ഞത് എന്താണ്. അപ്പം കാൾ മാർക്സ് വാസ് മിയർലി സെയിങ് ദാറ്റ് ഇങ്ങനെയാണ് ഫ്യൂഡലിസം വിൽ ഇവോൾവ് ഇൻ ടു ക്യാപിറ്റലിസം വിച്ച് വിൽ ഇവോൾവ് ഇൻ ടു സോഷ്യലിസം. ഹി ഡിഡ്ന്റ് സെറ്റ് എ ഡെഡ് ലൈൻ. ചരിത്രം പലരും മറന്നിരിക്കുകയാണ്. അവരെ വിചാരിക്കുന്നത് ഇത് ഇങ്ങനെ ആയിരുന്നു എപ്പോഴും. നോ, ദെയർ വാസ് എ വെരി അഗ്ലി ഫേസ് ഓഫ് ക്യാപിറ്റലിസം. അപ്പോൾ അതിൽ നിന്ന് ഇന്നത്തെ വർക്കിംഗ് കണ്ടീഷൻസ് എന്ന് പറയുന്നത് ദിസ് ഈസ് നോട്ട് ക്യാപിറ്റലിസം, ദിസ് ഈസ് ഹൈലി റെഗുലേറ്റഡ് ക്യാപിറ്റലിസം അണ്ടർ എ വെരി സ്ട്രോങ് ആം ഓഫ് ദ സ്റ്റേറ്റ്. ഞങ്ങൾ വളരെ നന്നായിട്ട് ഈ ഞങ്ങളുടെ സ്ഥാപനം മാനേജ് ചെയ്യുന്നുണ്ട്. എന്തിനാണ് ഈ ഒരു ട്രേഡ് യൂണിയൻ ഫോം ചെയ്യേണ്ട ആവശ്യം? അപ്പം ഞാൻ അവരുടെ അടുത്ത് പറയും, ഇത് ആവശ്യമല്ല, ഇത് അവകാശമാണ് അവരുടെ. എനിക്ക് തോന്നുന്നു ഈ മുഖ്യധാര മീഡിയ ഡെഫിനറ്റ്ലി ഒരു ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു അപ്രോച്ച് എടുത്തിട്ടില്ല. ഇന്ന് നമ്മൾ കാണുന്ന വെൽഫെയർ സ്റ്റേറ്റ് എന്ന് പറയുന്ന ദാറ്റ് കോൺസെപ്റ്റ് ഈസ് എ ക്രിയേഷൻ ഓഫ് very very strong trade union action. Singapore, for instance, which is considered to be ease of doing business വെച്ചിട്ട് ഫ്രീ എൻ്റർപ്രൈസിൻ്റെ ഒരു പരദീസമായിട്ട് എല്ലാവരും വിശേഷിപ്പിക്കുന്ന സിംഗപ്പൂരിൽ 85% ഓഫ് ദ ഹൗസിംഗ് സ്റ്റോക്ക് ഇസ് ഓൺഡ് ബൈ ദ ഗവൺമെൻറ്. ട്രേഡ് യൂണിയൻ പ്രസ്ഥാനം അവിടെ ഉണ്ടാകുന്നത് അത് വർക്കേഴ്സിൻ്റെ ഒരു അവകാശമാണ്. വർക്കേഴ്സ് നമ്മുടെ ഭരണഘടനയിൽ ഉറപ്പ് വരുത്തിയിട്ടുള്ളൊരു അവകാശമാണ്. സോ ഇറ്റ് കനോട്ട് ബി എനിത്തിങ് ഇല്ലീഗൽ, ഇറ്റ് കനോട്ട് ബി എനിത്തിങ് ബൈ ഡെഫിനിഷൻ അൺഡിസൈറബിൾ. അത് എങ്ങനെയാണ് അങ്ങനെ ഒരു കാഴ്ചപ്പാട് ഇവിടെ വന്നതെന്ന് തന്നെ നമ്മൾ പരിശോധിക്കേണ്ട കാര്യമാണ്. അല്ല, ബിക്കോസ് എനിക്ക് അത് ഒട്ടും മനസ്സിലാവാൻ പറ്റുന്നില്ല. കേരളത്തിലെ വ്യവസായത്തിൻ്റെ ഭാവി എങ്ങനെ ആയിരിക്കും എന്നുള്ളത് ഇറ്റ് വിൽ ബി മൂവിങ് ടുവേർഡ്സ് നോളജ് ബേസ്ഡ് ഇൻഡസ്ട്രീസ്. വാല്യൂ ആഡഡ് ഹൈ ടെക്നോളജി ഇൻഡസ്ട്രീസിന് മാത്രമേ ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ ബിക്കോസ് ഓഫ് ദി ഇൻക്രീസ് ഇൻ വേജസ്. ഞാൻ പറഞ്ഞ ഈ ഡിഗ്നിറ്റി ഓഫ് ലേബറിനെ പറ്റി ഒച്ചത്തിൽ സംസാരിക്കുന്നവരാരും ഒരു മമ്മട്ടി വെച്ചിട്ട് പോയി ഒരു പുരയിടം കിളച്ചിട്ടില്ല. അതുകൊണ്ടാണ് അവർ ഡിഗ്നിറ്റി ഓഫ് ലേബറിനെ പറ്റി സംസാരിക്കുന്നത് ഇത്ര ഒച്ചത്തിൽ. നമ്മൾ ഈ കേരളത്തിനെ പറ്റി പറയുമ്പോഴേ പൊതുവേ ഉള്ളൊരു മാതൃക എന്ന് പറയുന്നത് ഒരു ട്രേഡ് യൂണിയനിസം അതിൻ്റെ ഏറ്റവും മോശമായ ഒരവസ്ഥയിലെത്തി നിൽക്കുകയും ഏറ്റവും ഭയങ്കരമായിട്ട് കേരളത്തിലേക്ക് ഒരു വ്യവസായം വരാൻ സാധ്യമല്ല അങ്ങനെയുള്ളൊരു തോന്നൽ പൊതുവായിട്ടുണ്ട്. ഈ ട്രേഡ് യൂണിയൻ എന്ന് പറയുന്ന സംഗതിയെ വളരെ നെഗറ്റീവായിട്ട് ചിത്രീകരിക്കാനുള്ള ഇന്ത്യൻ സാഹചര്യത്തിലുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് കേരളമായിട്ട് വരുന്നുണ്ട്. അങ്ങനെ ഒരു പാരഡൈം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അത് എങ്ങനെയാണ് സാറിന് തോന്നുന്നത് അതിനെപ്പറ്റി? വസ്തുതകൾ പരിശോധിച്ചാൽ അത് ശരിയാണ്. ഇൻ ദ സെൻസ് ദാറ്റ് കേരളത്തിലാണ് ഈ ട്രേഡ് യൂണിയൻ മൂവ്മെൻറ്റിൻ്റെ വളരെ നേരത്തെ തന്നെ ഉള്ള ഒരു ഡെവലപ്മെൻറ്റൊക്കെ ആൻഡ് ഒരു സ്ട്രോങ് ഒരു എന്താ പറയണ്ടേ, ഒരു ശക്തമായ തൊഴിൽ സംഘടനകളുടെ ഒരു വ്യവസ്ഥയായിട്ട് തന്നെ മാറാൻ അത് കേരളത്തിലും വെസ്റ്റ് ബംഗാളിലും ആയിരുന്നു. അതിന് രാഷ്ട്രീയപരമായിട്ടുള്ള എക്സ്പ്ലനേഷൻസും ഉണ്ട്. ബിക്കോസ് ലെഫ്റ്റ് പാർട്ടീസിൻ്റെ സാന്നിധ്യം ഈ രണ്ട് സംസ്ഥാനങ്ങളിൽ പ്രത്യേകം ശക്തമായ സാന്നിധ്യം ഉണ്ടായിരുന്നതുകൊണ്ടും ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങൾക്ക് അതിൽ നിന്ന് ശക്തി നേടാനും ഉള്ള സാഹചര്യങ്ങളെപ്പറ്റി അത് ഒരു എക്സ്പ്ലനേഷനുണ്ട്. പക്ഷേ ആക്ച്വലി അത് ഒരു വിധത്തിൽ നോക്കിയാൽ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില വൈരുദ്ധ്യങ്ങൾ ആ നാരറ്റീവിലുണ്ട്. എന്താന്ന് പറഞ്ഞാൽ നമ്മൾ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനം വളരേണ്ടത് ഫാക്ടറി മൂവ്മെൻറ്റും മാക്സിമം ഡെവലപ്മെൻറ്റ് ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇൻഡസ്ട്രിയലൈസേഷൻ ഉണ്ടായ മേഖല ആ പ്രദേശങ്ങളിലാണല്ലോ ട്രേഡ് യൂണിയൻ മൂവ്മെൻറ്റ് വളരാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. കേരളത്തിൽ പണ്ടേ ഈ ഫാക്ടറീസും ഒക്കെ
വളരെ കുറച്ചും സ്കാറ്റേർഡ് ആയിട്ടുള്ള ഫാക്ടറീസ് മാത്രമേ കേരളത്തിലൊക്കെ ഉണ്ടായിട്ടുള്ളൂ. ഈ 50കളിന് ശേഷം ഈ പരമ്പരാഗതമായിട്ടുള്ള ട്രഡീഷണൽ മാനുഫാക്ചറിങ് സെക്ടർ, അതായത് കോയർ, കാഷ്യൂ അങ്ങനത്തെ ഉള്ള സെക്ടേഴ്സിൻ്റെ വളർച്ചയും ഫാക്ടറീസ് ആയിട്ടത് സംഘടിപ്പിക്കപ്പെട്ടതും, അതായത് ദി പ്രോസസ്സിങ് മൂവ് ഫ്രം കുടിൽ വറപ്പ്, സേ ഇൻ ദ കേസ് ഓഫ് കാഷ്യൂ, ഒരു കുടിൽ വ്യവസായത്തിൽ നിന്ന് ഫാക്ടറി ഫോം ഓഫ് മാനേജ്മെൻറ്റിലേക്ക് മാറിയപ്പോഴാണ് ഒരു ലൊക്കേഷനിൽ 500 അല്ലെങ്കിൽ 1000 തൊഴിലാളികൾ എന്താ പറയുക, തൊഴിലാളികളെ ഏകോപിപ്പിച്ച് ഒരു പ്രോസസ്സിങ് സംസ്കരണ പ്രക്രിയ നടക്കാൻ തുടങ്ങിയത്. അപ്പം കമ്പയർഡ് ടു ദിസ്, ബോംബെ അല്ലെങ്കിൽ കാൺപൂർ, കാൽക്കട്ട, മദ്രാസ്, ഞാൻ പഴയ പേരുകളാണ് ഉപയോഗിക്കുന്നത്, അന്നത്തെ ഇങ്ങനത്തെ ഉള്ള മഹാനഗരങ്ങളിൽ ആ മഹാനഗരങ്ങളും അതിൻ്റേതായിട്ടുള്ള ചുറ്റും ഉള്ള ഇൻഡസ്ട്രിയൽ ബെൽറ്റിലും ഒക്കെ ആയിരുന്നു ദ മാക്സിമം ഇൻഡസ്ട്രിയൽ എംപ്ലോയ്മെൻറ്റ് ഉണ്ടായതും ഒക്കെ. അവിടെയും ട്രേഡ് യൂണിയൻ പ്രസ്ഥാനം ആക്ച്വലി വളർന്നതും അവിടെയൊക്കെയാണ്, വലിയ ട്രേഡ് യൂണിയൻ മൂവ്മെൻറ്റ്സും ഒക്കെ വന്നത്. പക്ഷേ നമ്മൾ കേരളത്തിൽ പ്രത്യേകിച്ചും ആൻഡ് ഇന്നത്തെ കാലത്ത് പലർക്കും ട്രേഡ് യൂണിയനെ പറ്റി ചിന്തിക്കുമ്പോൾ ഉടനെ അവർ ഇടത് പ്രസ്ഥാനത്തിനെ പറ്റിയാണ് ചിന്തിക്കുന്നത്. അപ്പം ട്രേഡ് യൂണിയൻ ആസ് എ വർക്കേഴ്സ് മൂവ്മെൻറ്റ് ഒരു ലെഫ്റ്റിസ്റ്റ് ഒരു നോഷൻ, ലെഫ്റ്റ് ഓഫ് സെൻറ്റർ ഒരു നോഷൻ അതിലുണ്ടെങ്കിലും അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ സോഷ്യലിസ്റ്റ് പാർട്ടീസുമായിട്ടുള്ള ബന്ധം അത്ര നിർബന്ധമായിട്ടുള്ള ഒരു ഘടകമല്ലായിരുന്നു. സാർ പറഞ്ഞല്ലോ, കേരളത്തിൽ ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഫാക്ടറി എന്നുള്ള രീതിയിൽ വരുന്ന അതിൻ്റെ പ്രൊപ്പോർഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻഡസ്ട്രിയേക്കാളും കൂടുതൽ ട്രേഡ് യൂണിയൻ്റെ ഒരു പ്രൊപ്പോർഷൻ നോക്കുകയാണെങ്കിൽ വളരെ കൂടുതലായിരുന്നില്ലേ? കാരണം ഒരു എന്താ പറയുക, നമ്മൾ അസന്തുലനം ചെയ്യാൻ പറ്റാത്ത ഒരു സംഗതി. അതെ. അപ്പം കമൽ, ഞാൻ പറഞ്ഞു വന്നത് വാസ് ദാറ്റ് ഇക്കണോമിക് ലിറ്ററേച്ചറും സോഷ്യൽ ലിറ്ററേച്ചറിൻ്റെ തിയറീസും ഒക്കെ വെച്ചിട്ട് നമ്മൾ ഇത് സമീപിച്ചാൽ ട്രേഡ് യൂണിയൻ മൂവ്മെൻറ്റ് വളരേണ്ടത്, മാക്സിമം വളർച്ച ഉണ്ടാകേണ്ടത് മാക്സിമം ഇൻഡസ്ട്രിയലൈസേഷൻ നടന്ന റീജൻസിലായിരുന്നു. അതെ. പക്ഷേ ഇന്ത്യയിൽ വാട്ട് ഹാസ് ഹാപ്പൻഡ് ഇസ് ട്രേഡ് യൂണിയൻ പ്രസ്ഥാനം ഹാസ് ഓൾസോ ബിക്കം വെരി എന്താ പറയുക, ഒരു പൊളിറ്റിസൈസ് ചെയ്തിട്ടുള്ള ഒരു മൂവ്മെൻ്റായിട്ടും അത് മേ ബി അൺഅവോയ്ഡബിൾ ആയിരുന്നു. ലോകത്ത് എവിടെ നോക്കിയാലും ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങൾ മോസ്റ്റ്ലി വിത്ത് ദി ലെഫ്റ്റ് ഓഫ് സെൻറ്റർ പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ്സുമായിട്ടാണ് അവരുടെ ബന്ധം. അപ്പം കേരളത്തിൽ ഇതിൻ്റെ വളർച്ച വാസ് ബിക്കോസ് ഓഫ് ഈ ലെഫ്റ്റിസ്റ്റ് പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ്സിൻ്റെ ഇവിടെ വന്ന് വേര് ഇറക്കാനും അത് ഇവിടെ വന്ന് എസ്റ്റാബ്ലിഷ്ഡ് ആവാനും അതിനുള്ള സാഹചര്യങ്ങൾ, വേറെ കാരണങ്ങളുണ്ട് അതിന്. അപ്പം ദാറ്റ് പ്രൊവൈഡഡ് ദി ഇംപെറ്റസ് ഫോർ ഇവിടെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനം വളരാൻ. അപ്പം ഫോർ എക്സാമ്പിൾ, അതുകൊണ്ട് വൻ ഫാക്ടറീസ് ഇവിടെ ഉണ്ടാവുന്നതിന് മുമ്പ് ട്രേഡ് യൂണിയൻസ് ഇവിടെ ഉണ്ടായി. അപ്പം ട്രേഡ് യൂണിയൻ മൂവ്മെൻറ്റ് ഇവിടെ കേരളത്തിലും വെസ്റ്റ് ബംഗാളിലും, പ്രത്യേകിച്ച് വെസ്റ്റ് ബംഗാളിൽ വലിയ ഫാക്ടറീസ് ഉണ്ടായിരുന്നു. ജൂട്ട് മിൽസ് ഉണ്ടായിരുന്നു, എഞ്ചിനീയറിംഗ് ഇൻഡസ്ട്രീസ് ഉണ്ടായിരുന്നു, സ്റ്റീൽ ബേസ്ഡ് എഞ്ചിനീയറിംഗ് കമ്പനീസ് ഉണ്ടായിരുന്നു, വലിയ വലിയ കമ്പനീസ്. കേരളത്തിൽ അതൊന്നും ഇല്ലായിരുന്നു. എന്നിട്ടും കേരളത്തിൽ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനം വളർന്നു. ബിക്കോസ് ഇവിടെ ട്രേഡ് യൂണിയൻ, എൻ്റെ അഭിപ്രായത്തിൽ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയുടെ പിന്നിൽ വാസ് എ റൈറ്റ്സ് ബേസ്ഡ് അപ്രോച്ച് ടു സോഷ്യൽ മൂവ്മെൻറ്റ്സ്. അതായത് ഇതൊരു സോഷ്യൽ റൈറ്റായിട്ട്, അവകാശമായിട്ട്, അത് അവകാശമായിരുന്നു, അത് യാഥാർത്ഥ്യമാണ്. കോൺസ്റ്റിറ്റ്യൂഷനിൽ പ്രത്യേക വകുപ്പുകൾ പ്രകാരം ഏത് പൗരനും ഇവിടെ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ കുഡ് ഗെറ്റ് ടുഗെദർ, ഫോം ഇൻ ടു എ ട്രേഡ് യൂണിയൻ. അതൊരു ബേസിക് അവകാശമായിട്ട്, ഒരു ഹ്യൂമൻ റൈറ്റായിട്ട് തന്നെ അംഗീകരിക്കപ്പെട്ടതാണ്. ആ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ ഇവിടെ. അപ്പം കേരളത്തിൽ ട്രേഡ് യൂണിയൻസ് വേർ ആൻ എക്സ്പ്രഷൻ ഓഫ് എ ബേസിക് റൈറ്റ് ആൻഡ് നോട്ട് ആസ് എ റിസൾട്ട് ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ. അപ്പോൾ എത്ര ചെറിയ പ്രസ്ഥാനമാണെങ്കിലും, 20 പേര് തൊഴിൽ ചെയ്യുന്ന പ്രസ്ഥാനം ആണെങ്കിലും, കേരളീയരുടെ കാഴ്ചപ്പാടിൽ അവിടെ ഒരു ട്രേഡ് യൂണിയൻ്റെ പ്രസക്തിയുണ്ട്. ബിക്കോസ് ഈ 20 പേരെ പ്രതിനിധീകരിക്കാനും ബിസിനസ് ഉടമകളുമായിട്ട്
നെഗോഷിയേറ്റ് ചെയ്യാനും ബെറ്റർ ടേംസ് ഓഫ് എൻഗേജ്മെൻറ്റ് ഇതൊക്കെ വാങ്ങിക്കാനും. അത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ എത്ര നല്ല പേട്രിയാർക്കൽ സിസ്റ്റം ആണെങ്കിലും എത്ര വാത്സല്യത്തോടെ ആ വ്യവസായ ഉടമ കാര്യങ്ങൾ നോക്കിയാലും കേരളീയർ കാണുന്ന അതിലൊരു വൈരുദ്ധ്യം അവർ കാണുന്നില്ല. അവർ പറയുന്നത് അതൊക്കെ നല്ലതാണ്, മുതലാളി വളരെ നല്ലവനാണ്, ഹി ഹാസ് എ ഗുഡ് ഹാർട്ട്, ബട്ട് ദിസ് ഈസ് അവർ റൈറ്റ്, ഇറ്റ് ഹാസ് നോ കണക്ഷൻ വിത്ത് ഹൗ ഗുഡ് ഹി ഈസ്. അപ്പോൾ ഞാൻ പറയുന്നത് പലരും ഇപ്പം വ്യവസായ സുഹൃത്തുക്കളുമായിട്ട് ഞാൻ സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞ് ഞങ്ങൾ വളരെ നന്നായിട്ട് ഈ ഞങ്ങളുടെ സ്ഥാപനം മാനേജ് ചെയ്യുന്നുണ്ട്, എന്തിനാണ് ഒരു ട്രേഡ് യൂണിയൻ ഫോം ചെയ്യേണ്ട ആവശ്യം? അപ്പം ഞാൻ അവരുടെ അടുത്ത് പറയും ഇത് ആവശ്യമല്ല, ഇത് അവകാശമാണ് അവരുടെ. പക്ഷേ അതിനകത്ത് ഒരു ചോദ്യം കിടക്കുന്നതെന്ന് വെച്ചാൽ ഈ ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഈ ഫാക്ടറി അതിന് മുതൽ മുടക്കുന്നയാളൊരു വില്ലനായിട്ട് മാറുന്ന രീതിയിലുള്ള ഒരു തിങ്കിങ് നമ്മുടെ എല്ലാ നെറേറ്റീവിൽ വരുന്നുണ്ട്, സിനിമയിൽ വരുന്നുണ്ട്, കാർട്ടൂണിൽ വരുന്നുണ്ട്, നമ്മുടെ എല്ലാ സംഗതികളിലും വരുന്നുണ്ട്. ആ രീതിയിൽ അതിൽ കുറച്ചൊരു ശരിയുണ്ടോ? ശരി ഇല്ല എന്ന് പറയാനും പറ്റത്തില്ല. അത് ഒരുപാട് അനക്ഡോട്ടലായിട്ടുള്ള നമ്മൾ ഇൻഫർമേഷനൊക്കെ വെച്ച് നോക്കിയാൽ അത് ഇവിടെ ഇന്ത്യയിൽ മാത്രമല്ല, കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, വെസ്റ്റിലുമൊക്കെ ഈ സ്റ്റേറ്റിൻ്റെ ശക്തമായ ഇടപെടൽ ഉണ്ടായതിന് ശേഷമാണ് ഈ എന്താ പറയണ്ടേ ഈ ക്യാപിറ്റലിസത്തിൻ്റെ, അതായത് ഒരു റെസ്ട്രിക്ഷനും ഇല്ലാത്ത ക്യാപിറ്റലിസത്തിന് ഒരു നിയന്ത്രണങ്ങളും ചില സെൽഫ് റെസ്ട്രെയിൻറ്റും വരാൻ കാരണം വാസ് സ്റ്റേറ്റിൻ്റെ ശക്തമായ ഇടപെടൽ. ഫോർ എക്സാമ്പിൾ, മെനി പീപ്പിൾ ഡോണ്ട് നോ, ഈ ഇംഗ്ലണ്ടിലുള്ള ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ്റെ ടെക്സ്റ്റൈൽ മിൽസ് വാസ് ബേസ്ഡ് ഓൺ ചൈൽഡ് ലേബർ. ഇറ്റ് വാസ് ബേസ്ഡ് ഓൺ ചൈൽഡ് ലേബർ. അപ്പം ദാറ്റ് വാസ് ആക്സെപ്റ്റഡ് ആസ് ക്വൈറ്റ് നോർമൽ. അപ്പം ടീനേജ് ഗേൾസ് ആയിരുന്നു മോസ്റ്റ്ലി, ബിക്കോസ് അവർ ദേ ആർ ഒബീഡിയൻറ്റ് ആൻഡ് ദേ വിൽ നോട്ട് ക്രിയേറ്റ് പ്രോബ്ലംസ്. ആ മിൽ ഉടമകൾക്ക് ഇതുണ്ടായിരുന്നു. അപ്പം ദിസ് വാസ് ദ കേസ് നോട്ട് ഓൺലി ഇൻ ഇംഗ്ലണ്ട്, ഇറ്റ് വാസ് ഓൾസോ ദ കേസ് ഇൻ മിൽസ്, ടെക്സ്റ്റൈൽ മിൽസ് ഇൻ ദ US. ന്യൂ ജേഴ്സിയിലുള്ള ടെക്സ്റ്റൈൽ മിൽസിൽ ആവറേജ് ഏജ് ഓഫ് ദ ഗേൾസ് വർക്ക്, ഓൾമോസ്റ്റ് 100% ഓഫ് ദ എംപ്ലോയീസ് വർ ഗേൾസ്. ആ ആവറേജ് ഏജ് അവരുടെ 16 വയസ്സായിരുന്നു. അല്ല, അതിനെപ്പറ്റി ഒരുപാട് ഇൻട്രസ്റ്റിംഗ് കഥകളൊക്കെ ഉണ്ട്. അപ്പം അതിൽ നിന്നൊക്കെ ഒരുപാട് അവിടെ ഒരു റൈറ്റ്സും ഇല്ലായിരുന്നു. 10 hour, 12 hour, 16 hour വർക്കിംഗ് ഡേയ്സ് ഒക്കെ ആയിരുന്നു. ആൻഡ് വളരെ മോശമായിട്ടുള്ള ഹെൽത്ത് വർക്കിംഗ് കണ്ടീഷൻസും ഒക്കെ ആയിരുന്നു. അപ്പം നമ്മൾ ഇന്ന് നോർമലായിട്ട് എടുക്കുന്ന കാര്യങ്ങളെല്ലാം സമരങ്ങൾ ചെയ്ത് നേടിയെടുത്തത്, അല്ലാതെ വളരെ സന്തോഷമായിട്ട് സമ്മതിച്ചു കൊടുത്ത് ഉണ്ടായ കാര്യങ്ങളല്ല. ഇത് വലിയ സ്ട്രഗിൾസും ഒക്കെ. ആ സ്ട്രഗിൾസിൻ്റെ ചരിത്രം അറിയാത്തവരാണ് വിചാരിക്കുന്നത് ഇതെല്ലാം നമ്മൾ അവർ ചോദിച്ചാൽ പോരെ, അതൊക്കെ സമ്മതിച്ചു കൊടുത്തേനെ. സമ്മതിച്ചില്ല. 100 വർഷത്തിന് റെസിസ്റ്റ് ചെയ്ത് ഇഞ്ചോട് ഇഞ്ച് ഇങ്ങനെ വാങ്ങിച്ച കാര്യങ്ങളാണ്, ഇൻക്ലൂഡിങ് ദ 8 hour വർക്കിംഗ് ഡേ. 8 hour വർക്കിംഗ് ഡേയെ പറ്റി കാൾ മാർക്സിൻ്റെ മറ്റേ ബുക്കിൽ വൺ ഹോൾ ചാപ്റ്റർ ഇസ് ദെയർ ഓൺ ദ 8 hour വർക്കിംഗ് ഡേ. അപ്പോൾ ഇതൊക്കെ ഈ ചരിത്രം പലരും മറന്നിരിക്കുകയാണ്. അവരെ വിചാരിക്കുന്നത് ഇത് ഇങ്ങനെ ആയിരുന്നു എപ്പോഴും. നോ, ദെയർ വാസ് എ വെരി അഗ്ലി ഫേസ് ഓഫ് ക്യാപിറ്റലിസം. അപ്പോൾ അതിൽ നിന്ന് ഇന്നത്തെ വർക്കിംഗ് കണ്ടീഷൻസ് എന്ന് പറയുന്നത് ദിസ് ഈസ് നോട്ട് ക്യാപിറ്റലിസം, ദിസ് ഈസ് ഹൈലി റെഗുലേറ്റഡ് ക്യാപിറ്റലിസം അണ്ടർ എ വെരി സ്ട്രോങ് ആം ഓഫ് ദ സ്റ്റേറ്റ്. അതുകൊണ്ടാണല്ലോ ഇപ്പോഴും നമ്മൾ കാണുന്ന ഒരു ശക്തമായ ഒരു ഗ്രൂപ്പ് വിച്ച് കീപ് സെയിങ് ഗവൺമെൻറ്റിൻ്റെ റോൾ കുറയ്ക്കണം. എന്തുകൊണ്ടാണ് കുറയ്ക്കുന്നത്? ഈ റെഗുലേഷൻസ് ഒക്കെ ആർ എ ബിഗ് പ്രോബ്ലം ഫോർ ദി ബിസിനസ് സെക്ടർ അക്രോസ് ദ വേൾഡ്, ഫോർ ദി ക്യാപിറ്റലിസ്റ്റ് സെക്ടർ. അത് പക്ഷേ എനിക്ക് തോന്നുന്നു സാർ, പിന്നെ ഇപ്പോൾ ഇക്കണോമിസ്റ്റൊക്കെ പറയുന്നുണ്ടല്ലോ, ഒരു ലിബറൽ പൊസിഷൻ എടുത്ത് നിൽക്കുമ്പോൾ അവർ ഇടയ്ക്കിടയ്ക്ക് മാർക്സിനെ കോട്ട് ചെയ്യുന്നുണ്ട് ഈ പറഞ്ഞ സംഗതികൾ. കാരണം 8 hours അങ്ങനെയുള്ള സംഗതികളൊക്കെ. അപ്പം അത് പിന്നെ എനിക്ക് തോന്നുന്നത് ക്യാപിറ്റലിസത്തിൻ്റെ തന്നെ ഒരു വെൽഫെയർ ക്യാപിറ്റലിസം എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അല്ല. അപ്പോൾ അവിടെ ദ പ്രോബ്ലം ഈസ് ക്യാപിറ്റലിസം എന്ന് പറയുമ്പം ഒരു വാല്യൂ ജഡ്ജ്മെൻ്റ് അല്ല, അതൊരു സിസ്റ്റമാണ്. കാൾ മാർക്സ് വെൻ ഹി സ്പോക്ക് അബൌട്ട് ഈ ഫ്യൂഡലിസത്തിൽ നിന്ന് അടുത്ത സ്റ്റേജിലേക്ക് വരുമ്പം ഒരു സമൂഹത്തിൻ്റെ ഒരു രാജ്യത്തിൻ്റെ തന്നെ വളർച്ചയ്ക്ക്, സാമ്പത്തികമായിട്ടുള്ള വളർച്ചയ്ക്ക് അനിവാര്യമായിട്ടുള്ള ഒരു സ്റ്റേജാണ് ക്യാപിറ്റലിസം. അപ്പം ഈ ടോക്സ് അബൌട്ട് വാല്യൂ ജഡ്ജ്മെൻറ്റ്സ് ഇല്ല. ഈ മെൻഷൻസ് ദാറ്റ് ഫ്യൂഡലിസത്തിൽ ഇങ്ങനെ അടിച്ചമർത്തിപ്പെട്ട ഒരു വിഭാഗത്തിന് അതിൽ നിന്നൊക്കെ ശാപമോക്ഷം കിട്ടി
ഒരു നല്ല സാമ്പത്തിക സ്ഥിതിയിലേക്ക് വർക്കിംഗ് ക്ലാസ്സിന് തന്നെ വരണമെങ്കിൽ ക്യാപിറ്റലിസം അനിവാര്യമാണ്. അപ്പം people are imagining that, see, Karl Marx was a social scientist. And the political use to which Marxian ideas have been put make today's many people think he was a politician. He wasn't. he was a social thinker and one of the greatest social thinkers of all time. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അനാലിസിസ് വെച്ചിട്ട് ഇങ്ങനെ ഒരു അനിവാര്യമായിട്ടുള്ള ഒരു സ്റ്റേജിൽ അപ്പം ക്യാപിറ്റലിസം എന്ന് പറയുന്ന ആ സ്റ്റേജിൻ്റെ പ്ലസ് പോയിൻറ്റ്സ് എല്ലാം അദ്ദേഹം പറഞ്ഞത് ഈ പ്രൊഡക്റ്റീവ് ഫോഴ്സസ് ഓഫ് എൻ ഇക്കോണമിയെ അൺലീഷ് ചെയ്യാൻ ക്യാപിറ്റലിസത്തിനെ കാട്ടിലും നല്ല വേറെ സിസ്റ്റം ഇല്ല. Capitalism alone can unlock and unleash the creative potential of a people. പക്ഷേ he said അതിൻ്റെ ഡൗൺ സൈഡ്, അതാണ് ഈ വൈരുദ്ധ്യങ്ങൾ, ഈ മറ്റേ ഡയലക്റ്റിക്സ് അവിടെ വർക്ക് ചെയ്യുന്നത്. ഇത് പോസിറ്റീവ് സൈഡ് ഓഫ് ക്യാപിറ്റലിസം. ദ നെഗറ്റീവ് സൈഡ് ഓഫ് ക്യാപിറ്റലിസം ഇസ് the capitalist, because for the first time the connection between there was a sequence earlier. The pre-capitalist mode of production, a sequence was, first there is production, then there is distribution of that surplus, and then there is profit taking. I mean, you can earn rent and profit on. When the capitalist system came, the initial part of the capitalist system was also that production first must happen, then there is distribution, and then there is. പക്ഷേ ഈ ഫാക്ടറീസ് ഫൈനാൻസ് ചെയ്യാനായിട്ട് the capitalists needed capital, needed investment, needed finance. So they had to go to a financier. So the financier is saying, we will give you money, you have to pay, they are expecting a certain rate of return. So already from on the distribution angle, certain levels, certain limits are being fixed. Because the capitalist now knows, he borrow ചെയ്ത പൈസ തിരിച്ചടയ്ക്കണം along with interest, and he must make a profit. Then there is a ceiling now being put on how much he can give as wages. Previously that was a negotiated figure. Now there is a fixed figure, because he must keep on he or she, the capitalist must keep on making a surplus. അപ്പോൾ surplus ഉണ്ടാക്കണം. surplus must ഉണ്ടാക്കണമെന്ന് മാത്രമല്ല, ആ surplus വളർന്നുകൊണ്ടിരിക്കണം. എവർ ഇൻക്രീസിങ് സർപ്ലസ് ആണ് ദി ഡ്രൈവ് ഓഫ് ദി ക്യാപിറ്റലിസ്റ്റ്. അപ്പം അവിടെയാണ് ദി കോൺട്രഡിക്ഷൻ ബിറ്റ്വീൻ ദി ക്യാപിറ്റലിസ്റ്റ് ആൻഡ് ദ വർക്കർ started coming up. Then they realized they were both on opposing poles. അവിടെ നിന്നാണ് the politicization of this antagonism started happening. And അതാണ് കാൾ മാർക്സ് പറഞ്ഞത്, ഈ വൈരുദ്ധ്യം, ഈ കോൺട്രഡിക്ഷൻ ആണ് which will ultimately lead to the demise of capitalism. And he said ultimately it will lead to a socialist form, where because of the triumph of democratic means, where it's ruled by the majority, and since the working class are the majority, that is how it will inevitably happen due to the process. അപ്പം എനിക്ക് തോന്നുന്നു it wasn't a value judgment so much as a very scientific explanation of ഇതാണ് സംഭവിക്കാൻ പോകുന്നത് എന്നായിരുന്നു. പക്ഷെ അത് നമ്മളീ പറയുന്ന ഈ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള മാർക്സ് പറഞ്ഞ സാധനങ്ങളെ മുഴുവനായും ശരിയായില്ല എന്നാണ് തോന്നുന്നത്. അല്ല, ഇൻഫാക്ട് ഐ തിങ്ക് എവറിഥിങ് വിച്ച് he said happened. See, Karl Marx did not set a timeline. പലരും they make a mistake. First thing, ഈ സോവിയറ്റ് യൂണിയനിൽ നടന്ന the dystopian vision and നോർത്ത് കൊറിയയിൽ നടക്കുന്ന dystopian vision of some form of society, or Pol Potൻ്റെ കംപുച്ചിയയിൽ, that has nothing to do with what Karl Marx wrote. എല്ലാവരും കാൾ മാർക്സിനെ ഇൻവോക്ക് ചെയ്ത് കാണും. ജസ്റ്റ് ലൈക്ക് എവ്രിബഡി ഇൻവോക്സ് ദ സെയിം ഗോഡ്സ് ആൻഡ് സെയിം റിലീജിയസ് ഫിഗേഴ്സ് ആൻഡ് ഓൾ ദാറ്റ് ഫോർ ഈച്ച് വൺ ഓഫ് ദെയർ ക്രേസി വെഞ്ചേഴ്സ് ആരായാലും. പക്ഷേ ദാറ്റ് ഡസൻറ്റ് ഡീലെജിറ്റിമൈസ് കാൾ മാർക്സ് പറഞ്ഞത് എന്താണ്. അപ്പം കാൾ മാർക്സ് വാസ് നിയർലി സെയിങ് ദാറ്റ് ഇങ്ങനെയാണ് ഫ്യൂഡലിസം വിൽ ഇവോൾവ് ഇൻ ടു ക്യാപിറ്റലിസം വിച്ച് വിൽ ഇവോൾവ് ഇൻ ടു സോഷ്യലിസം. ഹി ഡിഡ്ന്റ് സെറ്റ് എ ഡെഡ് ലൈൻ. ഇൻഫാക്ട് വാട്ട് വാസ് മോസ്റ്റ് സർപ്രൈസിങ് for many people was that the revolution came first in Russia, which was industrially one of the most backward places. ഇംഗ്ലണ്ട് അല്ലെങ്കിൽ ജർമ്മനി, ഈ രണ്ട് അപ്പം ഈവൻ അന്നത്തെ റഷ്യൻ ബോൾഷെവിക്കായിട്ടുള്ള ലീഡേഴ്സൊക്കെ അവർ പ്രതീക്ഷിച്ചത്
റഷ്യൻ അല്ല സോറി ജർമ്മൻ കോമ്രേഡ്സ് അല്ലെങ്കിൽ ബ്രിട്ടീഷ് കോമ്രേഡ്സ് വന്ന് ഇവരെ ഗൈഡ് ചെയ്യും എന്ത് ചെയ്യണമെന്നൊക്കെ. പക്ഷെ അവിടെ ഒന്നും there was nothing happening and they finally so actually they say the very interesting thing is history has shown revolution happened where the state was the most shaky, most brittle ആയിട്ടുള്ള സ്റ്റേറ്റ്, അവിടെയാണ് revolution actually happened and not where capitalism was the most developed, which was in Germany, because there they had a strong state and even in England they had a strong state. അല്ല, ഈ ട്രേഡ് യൂണിയൻസിൻ്റെ ഒരു വളർച്ച നോക്കിയാലും ഈ ഒരു സാധനം അതിനകത്തും വർക്ക് ചെയ്തിട്ടുണ്ടാവില്ലേ? കാരണം ഒരു ഒരു സിവിലൈസ്ഡ് ആയിട്ടുള്ള ഒരു ട്രേഡ് യൂണിയൻ പ്രസ്ഥാനം ഉണ്ടായി വരണം. ഇപ്പം പിന്നെ ജർമ്മനിയിലാണെങ്കിലും ഇംഗ്ലണ്ടിലാണെങ്കിലും സാധ്യത ഉണ്ടായിരുന്നു. പക്ഷെ റഷ്യൻ സാധനം എന്ന് പറയുന്ന കുറച്ചും കൂടി ഒരു എന്താ പറയുക, ഒരു അക്രമാസക്തമായ ഒരു കമ്മ്യൂണിസത്തിൻ്റെ സാധനമായതുകൊണ്ട് അതാണോ വളർത്തിയത് ലോകത്തുള്ള ട്രേഡ് യൂണിയൻ സാധനത്തിനെ? ഇല്ല, I don't think that. In fact, the trade union movement really grew up in England and English ആ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ടൈമിലും പിന്നെ ജർമ്മനിയിലും ഒക്കെയാണ് വളർന്നത്. ആൻഡ് ഇറ്റ് ഗ്രൂ അപ്പ് ആൻഡ് അതിൽ ഒരുപാട് ലിറ്ററേച്ചർ ഉണ്ട് അബൌട്ട് ദാറ്റ്. ആൻഡ് ആ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനം അത് ക്യാപിറ്റലിസവും ഗവർണൻസും നമ്മുടെ സമൂഹത്തിനെയൊക്കെ എത്ര ഇളകി മറിച്ച് വളരെ ഫണ്ടമെൻ്റൽ രീതികളിൽ ബാധിച്ചു എന്നുള്ള കാര്യത്തിന് ഒരുപാട് എവിഡൻസ് ഉണ്ട്. ഇൻഫാക്ട് ഇപ്പം ഇന്ന് നമ്മൾ കാണുന്ന വെൽഫെയർ സ്റ്റേറ്റ് എന്ന് പറയുന്ന ദാറ്റ് കോൺസെപ്റ്റ് ഈസ് എ ക്രിയേഷൻ ഓഫ് വെരി വെരി സ്ട്രോങ് ട്രേഡ് യൂണിയൻ ആക്ഷൻ. ഇറ്റ് ഡിഡ്ന്റ് കം ഔട്ട് ഓഫ് ദി ജനറോസിറ്റി ഓഫ് സ്പിരിറ്റ് ഓഫ് എ ഫ്യൂ തിങ്കേഴ്സ് ഓർ എനിത്തിങ്. അവർ ദേവർ വണ്ടറിങ് ഇത് എങ്ങനെ റെക്കൺസൈൽ ചെയ്യാനാണ് ഒരു വർക്കിംഗ് ക്ലാസ് വിച്ച് ഈസ് ഗ്രോയിങ് ആൻഡ് വിച്ച് ഈസ് ഇൻക്രീസിംഗ്ലി becoming the basis of power of a country, whether ബ്രിട്ടൻ ആയാലും ജർമ്മനി ആയാലും ഫ്രാൻസ് ആയാലും ആ ഓരോ രാജ്യങ്ങളുടെ എന്താ പറയണ്ടേ സമ്പദ്ഘടനയുടെ ഒരു വൺ ഓഫ് ദി സ്ട്രോങ്ങസ്റ്റ് പില്ലേഴ്സ് വാസ് ദ വർക്കിംഗ് ക്ലാസ്. ഒരു ഡിസ്സാറ്റിസ്ഫൈഡ് വർക്കിംഗ് ക്ലാസ്സും വെച്ചുകൊണ്ട് ഹൗ കൻ എ കൺട്രി ഹാവ് എ സ്ട്രോങ് പൊളിറ്റിക്കൽ പ്രസൻസ്? അന്നെല്ലാം കമ്പീറ്റിംഗ് നേഷൻ സ്റ്റേറ്റ്സ് ഒക്കെ ആയിരുന്നല്ലോ. അപ്പോൾ ആ കോമ്പറ്റീഷനിൽ ഒരു കൺട്രി സ്ട്രോങ് ആവണമെങ്കിൽ യു മസ്റ്റ് ഓൾസോ ഹാവ് എ കണ്ടന്റഡ് വർക്കിംഗ് ക്ലാസ്. അങ്ങനെ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താനായിരുന്നു ദി തിങ്കേഴ്സ് ആൻഡ് ഓൾ ട്രൈ ടു റെക്കൺസൈൽ ഈ വലിയ ആൻറ്റാഗണിസം ബിറ്റ്വീൻ ദ ക്യാപിറ്റലിസ്റ്റ് ആൻഡ് ദി വർക്കർ ആൻഡ് ട്രൈ. അതിൻ്റെ ഫലമായിട്ടാണ് ഈ യൂറോപ്യൻ മോഡൽ ഓഫ് ദി വെൽഫെയർ സ്റ്റേറ്റ് എമർജ്ഡ്. സോ അതും ഈ ദി ലിബറൽ ഐഡിയാസ് ഓഫ് ഡെമോക്രസിയും ഒക്കെ എന്ന് പറയുന്ന ആക്ച്വലി ലിബറൽ ഐഡിയാസ് ഓഫ് ഡെമോക്രസി വർ ഫാഷൻഡ് ബൈ ദിസ്. എൻ്റെ അഭിപ്രായത്തിൽ ഇറ്റ്സ് എ പ്രോഡക്റ്റ്, ഇറ്റ് ഡിഡ്ന്റ് കം ഔട്ട് ഓഫ് നോവെയർ. ഏതോ ഒരു ഇൻസ്പയർഡ് തിങ്കറിൻ്റെ മനസ്സിൽ നിന്ന് വന്നതല്ല. ഈ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളുടെ തിരിച്ചറിയാനും അതൊന്ന് എക്സ്പ്ലനേഷൻ കണ്ടെത്താനും ഒരു സൊല്യൂഷൻ കണ്ടെത്താനും ഉള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ക്യാപിറ്റലിസം തന്നെ ഉണ്ടാക്കിയ ഒരു സംഗതിയാണത്. അതെ. അപ്പോൾ ക്യാപിറ്റലിസം വാസ് ഓൾസോ പ്ലേഡ് എ റോൾ ഇൻ ദാറ്റ്. അപ്പോൾ ഇന്ന് നമ്മൾ ക്യാപിറ്റലിസം എന്ന് പറയുന്നത് ആക്ച്വലി ഈസ് മോർ എ പൊളിറ്റിക്കൽ ഫോം ഓഫ് സേ വേർ മാർക്കറ്റ്സ് ആർ മോർ ഫ്രീ, വേർ ദ സ്റ്റേറ്റ് പ്ലേസ് എ സ്മോളർ റോൾ. ഇങ്ങനത്തെ ഉള്ള കാര്യത്തിൽ മാത്രം നമുക്ക് വിലയിരുത്താം. ഇപ്പം ചൈന അവിടെയും ക്യാപിറ്റലിസമാണ്, പക്ഷേ യു ക്യാൻ കോൾ ഇറ്റ് പാർട്ട്ലി സ്റ്റേറ്റ് ക്യാപിറ്റലിസം, പാർട്ട്ലി പ്രൈവറ്റ് ക്യാപിറ്റലിസം. റഷ്യയിലാണെങ്കിൽ ഇഫ് ഇറ്റ് ഇസ് എ പ്യൂർ ക്യാപിറ്റലിസ്റ്റ് മോഡൽ ടുഡേ, there is no socialism there. But there are powerful state owned enterprises, mostly in defense മെറ്റീരിയൽ മാനുഫാക്ചറിലൊക്കെ ഉണ്ട്. വെസ്റ്റേൺ കൺട്രീസിലാണെങ്കിൽ ആ പ്രൊപ്പോർഷൻ ഇപ്പോഴും ഉണ്ട്. ഫ്രാൻസിലൊക്കെ വലിയ വലിയ സ്ഥാപനങ്ങളുണ്ട്, പൊതുമേഖലാ സ്ഥാപനങ്ങളാണ്. അപ്പോൾ ജർമ്മനിയിലും ഉണ്ട്, യു എസിലും യു കെയിലും ഒക്കെ ഉണ്ട്. സിംഗപ്പൂരിൽ ഫോർ ഇൻസ്റ്റൻസ് വിച്ച് ഇസ് കൺസിഡേർഡ് ടു ബി ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് വെച്ചിട്ട് ഫ്രീ എൻ്റർപ്രൈസിൻ്റെ ഒരു പരദീസയായിട്ട് എല്ലാവരും വിശേഷിപ്പിക്കുന്ന സിംഗപ്പൂരിൽ 85% of the housing stock is owned by the government. Owned by the government. You are leasing. When you go and lease an apartment there, your lessor is the government of Singapore. 22% of the GDP of Singapore is contributed by public sector enterprises, including Singapore Airlines, which is a state government owned, Singapore government owned enterprise. അപ്പോൾ പഴയ ദിസ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡിഫറൻസിയേഷൻ ബിറ്റ്വീൻ ഇതൊരു സോഷ്യലിസ്റ്റ് സൊസൈറ്റിയാണ്, ഇതൊരു ഡെമോക്രാറ്റിക് സൊസൈറ്റിയാണ്, അല്ലെങ്കിൽ ഒരു ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റി ആണെന്ന് പറയുന്ന ദോസ് ഡിസ്റ്റിങ്ഷൻസ് ഇപ്പം എല്ലാത്തിൻ്റെ ഒരു മിക്സാണ്. കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിന് ഇപ്പം മാറ്റാൻ ശ്രമിക്കുന്ന ഒരു മാതൃക എന്ന് പറയുന്നത് കേരളത്തിലേക്ക് ഒരു വ്യവസായ സംരംഭം
വരുന്നില്ല എന്ന് പറയുന്നത് ട്രേഡ് യൂണിയനാണ് അതിൻ്റെ മുമ്പിൽ നമ്മൾ അവതരിപ്പിക്കുന്ന ഒരു സംഗതി. കാരണം ഒരു മുഖ്യധാര മീഡിയ ആയാലും ശരി, ഒരു പൊതുബോധമായാലും ശരി, അതൊക്കെ അങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ ഒരു അല്ല, അത് എൻ്റെ അഭിപ്രായത്തിൽ ഈസ് എ പൊളിറ്റിക്കൽ സ്റ്റാൻസ് ആൻഡ് ദാറ്റ്സ് മൈ വ്യൂ. ബിക്കോസ് കേരളത്തിൽ വി ഹാഡ് നമുക്ക് 2 പൊളിറ്റിക്കൽ ഫോർമേഷൻസ് ആണ് ഇങ്ങനെ മാറി മാറി എന്താ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ഒരു ലെഫ്റ്റിസ്റ്റ് പ്രസ്ഥാനം ബൈ നെയിം, ആൻഡ് ബാക്കി ഇറ്റ്സ് കോൾഡ് ഇറ്റ് കാൻ ഹാർഡ്ലി കോൾ ഇറ്റ് എ റൈറ്റിസ്റ്റ്. ബിക്കോസ് ഇക്കണോമിക് പോളിസീസ് ഒക്കെ വെച്ച് നോക്കിയാൽ വലിയ വ്യത്യാസമില്ല രണ്ട് കൂട്ടരും തമ്മിൽ. ഇറ്റ് ഈസ് ജസ്റ്റ് ദി പൊളിറ്റിക്കൽ പാർട്ടി കോൺസ്റ്റിറ്റ്യൂഷൻ വിച്ച് ഇസ് ഇതിൽ ലെഫ്റ്റിസ്റ്റ് പാർട്ടീസ് ലൈക്ക് മാർക്സിസ്റ്റ് പാർട്ടി, CPI ഒക്കെ അടങ്ങുന്ന ഒരു ഫോർമേഷനാണ് LDF. അപ്പം ഇവർ തമ്മിലാണ് ദിസ് ഈ മാറി മാറി ഭരണത്തിലേക്ക് വരുന്നത്. അപ്പം ഈ ഒരു ഡിസ്കഷനിൽ എനിക്ക് തോന്നുന്നു സൊസൈറ്റി ഇറ്റ് സെൽഫ് ഹാസ് ബീൻ ഡിവൈഡഡ്. നോട്ട് ഓൺലി സൊസൈറ്റി, എൻ്റെ അഭിപ്രായത്തിൽ മാധ്യമങ്ങളും ഇതിൽ ഡിവൈഡ് പങ്കാളികളായിരിക്കുകയാണ്, ആൻഡ് അവരും ഡിവൈഡഡ് ആണ്. അതുകൊണ്ട് വാട്ട് ഹാസ് ഹാപ്പൻഡ് ഇസ് എല്ലാ ചർച്ചയിലും ഒരു രാഷ്ട്രീയവൽക്കരണമാണ് നടക്കുന്നത്. ആൻഡ് രാഷ്ട്രീയവൽക്കരണം എന്ന് പറയുന്നത് വലിയ ഐഡിയോളജിക്കൽ ആയിട്ടുള്ള രാഷ്ട്രീയവൽക്കരണമല്ല, ഐഡിയോളജിക്കൽ ബേസിസിലല്ല, ബട്ട് പ്യുവർലി ദാറ്റ് ഒരു ഇനിഷ്യേറ്റീവ് തുടങ്ങിയത് ഒരു പൊളിറ്റിക്കൽ ഫോർമേഷൻ, ഇപ്പോൾ LDF ആണെങ്കിൽ അത് പ്യുവർലി ഫോർ ദാറ്റ് റീസൺ ദാറ്റ് വിൽ ബി അപ്പോസ്ഡ് ബൈ ദി UDF. അതുപോലെ UDF എന്തെങ്കിലും തുടങ്ങിയാൽ ദാറ്റ് വിൽ ബി അപ്പോസ്ഡ് പ്യുവർലി ഫോർ ദാറ്റ് റീസൺ ബൈ ദി LDF. അതിൽ പിന്നിൽ വലിയ ഐഡിയോളജീസും ഒന്നുമില്ല. ഇറ്റ് ഈസ് പ്യുവർലി പൊളിറ്റിക്കൽ ആൻറ്റാഗണിസം വിച്ച് ഇസ് ദി റീസൺ ഫോർ ദാറ്റ്. അപ്പം ടു കം ടു ദിസ് പോയിന്റ്, ഈ ട്രേഡ് യൂണിയൻസ് ആണ് ഇവിടെ വ്യവസായങ്ങൾ വരുന്നതിൽ ഒരു തടസ്സമായി മാറിയിരിക്കുന്നതെന്ന് പറയുന്നതിന് വി നീഡ് എവിഡൻസ് ഫോർ ദാറ്റ്. അപ്പം ഞാൻ നോക്കുന്നത്, ഇപ്പം ഫോർ എക്സാമ്പിൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, സെൻട്രൽ ഗവൺമെൻറ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ കേരളത്തിൽ യൂണിറ്റ്സ് ഉണ്ട്, പുറത്തും യൂണിറ്റ്സ് ഉണ്ട്. അത് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. ഇവർ രണ്ടുപേരുടെയും പ്രവർത്തനം എത്രത്തോളം കേരളത്തിലുള്ള, അപ്പം ഇവിടെയും തൊഴിലാളി പ്രസ്ഥാനങ്ങളുണ്ട്, മറ്റിടത്തും പ്രസ്ഥാനങ്ങളുണ്ട്, പക്ഷേ കേരളത്തിലെ തൊഴിലാളി പ്രസ്ഥാനങ്ങൾ കുറച്ചും കൂടെ അഗ്രസീവാണ്, ഇതൊക്കെയാണെന്നാണ് പൊതുവേ ഉള്ള ഒരു ധാരണ. അപ്പോൾ അങ്ങനെ ആണെങ്കിൽ ദി പെർഫോമൻസ് ഓഫ് ദീസ് ഇൻഡസ്ട്രിയൽ യൂണിറ്റ് ഷുഡ് ബി എന്താ പറയുക, മോശമാകണം. മറ്റേ ഔട്ട്സൈഡ് കേരള യൂണിറ്റ്സുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പം മോശമായിട്ടുള്ള ഒരു പ്രകടനമായിരിക്കണമല്ലോ കാഴ്ചവെക്കുന്നത്. പക്ഷേ വസ്തുതകൾ അതല്ല കാണിക്കുന്നത്. ഇങ്ങനെ രണ്ടിടത്ത് കേരളത്തിലും പുറത്തുമുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ കേരള യൂണിറ്റ് is almost all cases more productive than the outside units. Whether it is Hindustan Organic Chemicals in the കൊച്ചിയിലുള്ള പ്ലാന്റും ബോംബെയിലുള്ള പ്ലാന്റ്, ബോംബെ പ്ലാന്റ് is running at a loss, Cochin plant is running at a profit. ITI in the headquarters, Indian Telephone Industries in the headquarters was in Bangalore, which is the so-called Silicon Valley of India, and they have units all over India. The when ITI was running well, the ITI Kanjikode unit was the most profitable unit compared to even the Bangalore unit. Instrumentation Limited, the central government undertaking, which did control instrumentation, controls main, a highly sophisticated field. അവർക്ക് കോട്ടായി രാജസ്ഥാനിലായിരുന്നു അവരുടെ ഹെഡ്ക്വാർട്ടേഴ്സ്, ആൻഡ് ദേ ഹാഡ് കഞ്ചിക്കോട് ഒരു യൂണിറ്റ് ഉണ്ട്. കോട്ട യൂണിറ്റ് വാസ് റണ്ണിങ് അറ്റ് എ ലോസ്, കഞ്ചിക്കോട് യൂണിറ്റ് റണ്ണിങ് അറ്റ് എ പ്രോഫിറ്റ്. ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ലിമിറ്റഡ്, അത് നന്നായിട്ട് നടന്നുകൊണ്ടിരുന്ന കാലത്ത് ഒരു ഭീമൻ, ഈ ന്യൂസ് പ്രിന്റിലെ ബിഗസ്റ്റ് ജയൻറ്റ്, അവർക്ക് 4 വലിയ യൂണിറ്റ്സ് ഉണ്ടായിരുന്നു ഇന്ത്യയിൽ. ആൻഡ് ഇൻ കേരള ദേ ഹാഡ് വെല്ലൂർ ന്യൂസ് പ്രിന്റ്. കേരളത്തിന് പുറത്തുള്ള 3 യൂണിറ്റ്സും നഷ്ടത്തിലോടുന്നു, വെല്ലൂർ ന്യൂസ് പ്രിന്റ് അലോൺ റണ്ണിങ്. അപ്പോൾ 1-2 എക്സാമ്പിൾസ് ആയിരുന്നെങ്കിൽ എല്ലാവരും ആസ് യൂഷ്വൽ വിൽ ഫൈൻഡ് സം എക്സ്പ്ലനേഷൻ. ദേ വോണ്ട് ബി വില്ലിംഗ് ടു ആക്സെപ്റ്റ് ദറ്റ് എ യൂണിറ്റ് ക്യാൻ വർക്ക് വെൽ ഇൻ കേരള. ദേ വിൽ സേ ഇതെന്തോ ഊപ്പർവാലയുടെ കൃപ കൊണ്ടെന്തോ ആ യൂണിറ്റ് നന്നായിട്ട് നടക്കുന്നു, കേരളത്തിലായതുകൊണ്ട് മാത്രം. പക്ഷേ ഇതിങ്ങനെ എക്സാമ്പിൾ ആഫ്റ്റർ എക്സാമ്പിൾ, ഹിന്ദുസ്ഥാൻ ലേറ്റക്സിൻ്റെ ബിഗസ്റ്റ് പ്ലാന്റ്സ് ആർ ഇൻ തിരുവനന്തപുരത്താണ്. അവർക്ക് ബെൽഗോമിലും പിന്നെ ഉത്തരാഖണ്ഡിലും കടലൂരിലും ഒക്കെ യൂണിറ്റ്സ് ഉണ്ട്. ദേ മോസ്റ്റ്, ഐ തിങ്ക് 90% ഓഫ് ദ ടേൺ ഓവർ ആൻഡ് 110% ഓഫ് ദ പ്രോഫിറ്റ്സ് ആർ കമ്മിങ് ഫ്രോം കേരള. അപ്പം ഹൗ കൻ ദിസ് ബി? സി, ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങൾ ശക്തമായിട്ടുള്ള ഒരു സംസ്ഥാനം, ആ സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന
ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ ഫാക്ടറി ഈസ് മോർ പ്രൊഡക്റ്റീവ് ദാൻ എ ഫാക്ടറി, ദ സെയിം പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ ഫാക്ടറി ലൊക്കേറ്റഡ് ഇൻ സോ കോൾഡ് ഇൻഡസ്ട്രിയൽ സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ. There must be some other explanation. And the most simple explanation ഞാൻ കാണുന്ന is productivity is better in the Kerala units. എന്താണ് സാർ കാണുന്ന റീസൺ എന്താ? അല്ല, അപ്പം അതിൻ്റെ പിന്നിൽ ഐ തിങ്ക് ഇറ്റ് ഇസ് ബിക്കോസ് ഓഫ് എ മച്ച് ബെറ്റർ ട്രെയിൻഡ്, മച്ച് ബെറ്റർ what shall I say, equipped labor force, workforce here. അതാണല്ലോ കേരളത്തിൻ്റെ കോമ്പറ്റീറ്റീവ്നെസ്. നമ്മളിപ്പം എൻ്റെ ഈ ബുക്കിൽ, ഞാനിപ്പോൾ അവസാനം എഴുതിയ ബുക്ക് ബിലോ ദ റഡറിൽ ഞാൻ പരിശോധിച്ചിട്ടുള്ള 50 കമ്പനീസ്, അവരുടെ all of them are not they are using high tech, പക്ഷേ they also use very large high numbers of skilled people. അവരെല്ലാം വലിയ റോബോട്ടിക് ഫാക്ടറീസ് വിത്ത് ഓൺലി 3-4-5 വർക്കേഴ്സ് ഒന്നുമല്ല. Synthite employs 2,000-2,500 people. My company employs that in the factory employs 1,400 people. PK Steels in the factory here, Ferrokilola factory employs 1,500 people. അപ്പം a very large number of people are also needed for high tech manufacturing. It is not like these are all robots and all that. പക്ഷേ the kind of job which is done is highly skilled work ആണ്, knowledge related work, skilled labor. അപ്പോൾ you need skilled people. കേരളത്തിൻ്റെ ഏറ്റവും biggest resource is skilled people. I mean, we have everybody has been through a school education. Many of them have been through ITI and polytechnic kind of education. അതാണ് ഈ സ്റ്റേറ്റിൻ്റെ വലിയൊരു കോൺട്രിബ്യൂഷൻ കമ്പയർഡ് ടു എനി അതർ സ്റ്റേറ്റ്. അപ്പം ഇറ്റ് ഈസ് നോട്ട്, അതുകൊണ്ട് എനിക്കൊരു അതിശയവും ഇല്ല ദാറ്റ് കേരളത്തിലും പുറത്തുമുള്ള ദ സെയിം കൈൻഡ് ഈ സ്കിൽഡ് വർക്കേഴ്സ് ഉള്ള ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സ് ആണെങ്കിൽ the fact that the unit in Kerala is performing better than the unit outside, it doesn't surprise me. Because it's based on higher productivity. അല്ല സാർ, അതിനെ ട്രേഡ് യൂണിയനിസവും ഇതുമായിട്ട് എങ്ങനെയാണ് കണക്ട് ചെയ്യാൻ പറ്റുക? അല്ല, അപ്പം ഞാൻ പറയുന്നത്, ഞാനത് കണക്ട് ചെയ്യുന്നത് ട്രേഡ് യൂണിയനിസം അതുകൊണ്ട് ഇതിനൊരു തടസ്സമായിട്ട് നിന്നിട്ടില്ലെന്നാണ് ആദ്യം എനിക്ക് പറയാനുള്ള കാര്യം. ട്രേഡ് യൂണിയനിസം അവിടെ ഉണ്ടായതുകൊണ്ട് ഈ സ്ഥാപനങ്ങളെ ദോഷമായിട്ട് ഒരു വിധത്തിലും ബാധിച്ചിട്ടില്ല എന്നുള്ള തെളിവാണ് ഞാൻ പറഞ്ഞ ഉദാഹരണങ്ങൾ. അപ്പോൾ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനം ഉണ്ടാവുന്നതുകൊണ്ട് എന്തോ വല്ലാത്ത ചില കാര്യങ്ങൾ, ചില പ്രശ്നങ്ങളും ദുരിതങ്ങളും ഒക്കെ ആ സ്ഥാപനത്തിന് ഉണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷ, അത് തെറ്റാണ്. ട്രേഡ് യൂണിയൻ പ്രസ്ഥാനം അവിടെ ഉണ്ടാകുന്നത് അത് വർക്കേഴ്സിൻ്റെ ഒരു അവകാശമാണ്. വർക്കേഴ്സ് നമ്മുടെ ഭരണഘടനയിൽ ഉറപ്പ് വരുത്തിയിട്ടുള്ളൊരു അവകാശമാണ്. സോ ഇറ്റ് കനോട്ട് ബി എനിത്തിങ് ഇല്ലീഗൽ, ഇറ്റ് കനോട്ട് ബി എനിത്തിങ് ബൈ ഡെഫിനിഷൻ അൺഡിസൈറബിൾ. അത് എങ്ങനെയാണ് അങ്ങനെ ഒരു കാഴ്ചപ്പാട് ഇവിടെ വന്നതെന്ന് തന്നെ നമ്മൾ പരിശോധിക്കേണ്ട കാര്യമാണ്. അല്ല, ബിക്കോസ് എനിക്ക് അത് ഒട്ടും മനസ്സിലാവാൻ പറ്റുന്നില്ല. ബിക്കോസ് ഒരു വ്യവസായം നടത്തിയ ആൾ ആൻഡ് എൻ്റെ വ്യവസായത്തിൽ 4 ട്രേഡ് യൂണിയൻ, ശക്തമായ ട്രേഡ് യൂണിയൻസ് ഉണ്ടായിട്ടും എനിക്ക് 20 വർഷത്തിൽ കൂടുതൽ ആ വ്യവസായം, ആ ഫാക്ടറി നടത്തിയിട്ട് നമ്മൾ ഒരു ഷിഫ്റ്റ് വർക്ക് പോലും തടസ്സപ്പെട്ടിട്ടില്ല. ആൻഡ് നമ്മുടെ കോമ്പറ്റീറ്റേഴ്സുമായിട്ട് പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ കോസ്റ്റ് അല്ലെങ്കിൽ ക്വാളിറ്റി എല്ലാ കാര്യവും നമ്മൾ കമ്പയർ ചെയ്ത് നോക്കിയാൽ വി കെയിം ഔട്ട് മച്ച് ബെറ്റർ ദാൻ ദി അതർ. അപ്പോൾ ഇത്രയും വസ്തുതകളുള്ളപ്പോൾ നമ്മൾ എന്തുകൊണ്ട് വീണ്ടും വിചാരിക്കുന്നു ഈ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങൾ കൊണ്ട് എന്തെങ്കിലും ബാഡ് ഇഫക്ട്സ് ആർ ഹാപ്പനിങ്? ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ഈ മീഡിയ സാറ് ഒരു സൂക്ഷ്മമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ മീഡിയ ഈ ട്രേഡ് യൂണിയൻ സാധനങ്ങളൊക്കെ ഒരു റെപ്രസെൻ്റ് ചെയ്ത രീതി, അത് വലിയൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ലേ കേരളത്തിൽ, മുഖ്യധാര മീഡിയ പ്രത്യേകിച്ചും? എനിക്ക് തോന്നുന്നു ഈ മുഖ്യധാര മീഡിയ ഡെഫിനറ്റ്ലി ഒരു ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു അപ്രോച്ച് എടുത്തിട്ടില്ല. അത് വളരെ മൈൽഡായിട്ട് പറഞ്ഞാൽ അങ്ങനെ പറയാം. ആൻഡ് ആക്ച്വലി പല സന്ദർഭങ്ങളിലും ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളെ മോശമായിട്ടുള്ള രീതിയിൽ ചിത്രീകരിക്കുന്ന വിധത്തിലാണ്
ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള തീർച്ചയായിട്ടും മോശമായിട്ട് പ്രവർത്തിക്കുന്ന ട്രേഡ് യൂണിയൻ നേതാക്കന്മാരും ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളും ഉണ്ടാവും. ഒരു 3 കോടി ജനങ്ങളുള്ള ഒരു സംസ്ഥാനത്ത് ആൻഡ് എത്രയോ ആയിരം ഫാക്ടറീസൊക്കെ ഉള്ളപ്പം തീർച്ചയായിട്ടും ഒരു ബ്രോഡ് സ്പെക്ട്രം ഓഫ് ക്വാളിറ്റി കാണും. മോശമായിട്ട് പ്രവർത്തിക്കുന്ന ട്രേഡ് യൂണിയൻസും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ട്രേഡ് യൂണിയൻസും ഉണ്ടാവും. അപ്പം ഈ മോശമായിട്ട് പ്രവർത്തിക്കുന്ന കാര്യങ്ങളും മോശമായിട്ട് നടക്കുന്ന കാര്യങ്ങളും മാത്രം എടുത്ത് നമ്മൾ ഒന്ന് വലുതാക്കി നമ്മൾ പറഞ്ഞാൽ അപ്പം അത് പെർസെപ്ഷനെ ബാധിക്കും, പ്രതീതിയെ ബാധിക്കും. അപ്പം ആൻഡ് ഈ ഇംഗ്ലീഷിൽ ഒരു വാചകം ഉണ്ടല്ലോ, പെർസെപ്ഷൻ ഇസ് എവറിത്തിങ്. പ്രതീതിയാണ് എല്ലാം. നമ്മൾ വസ്തുതകളും യാഥാർത്ഥ്യം എന്താണെന്നൊന്നും ആരും പരിശോധിക്കാൻ പോകുന്നില്ല. നമുക്ക് എന്താ തോന്നുന്നത് അതനുസരിച്ചിരിക്കും. അപ്പം ട്രേഡ് യൂണിയൻ പ്രസ്ഥാനം അങ്ങനെ നോക്കുമ്പം പലർക്കും, ഈവൻ ഒരു മിഡിൽ ക്ലാസ് എഡ്യൂക്കേറ്റഡ് മിഡിൽ ക്ലാസ് പേഴ്സൺ, ഒരു തൊഴിലാളി അല്ലാത്ത ഏതെങ്കിലും ഒരു വൈറ്റ് കോളർ ജോലി ചെയ്യുന്ന ആൾക്ക് പോലും ഒരു ജനറൽ ഫീലിംഗ് കൊണ്ട് ഈ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങൾ കൊണ്ട് പ്രത്യേകിച്ച് വലിയ ഗുണമൊന്നുമില്ല. അപ്പോൾ അവർക്ക് ഈ ചരിത്രം അറിയാത്തതുകൊണ്ടാണ്, ചരിത്രം നോക്കാത്തതുകൊണ്ടാണ്. ഏറ്റവും വികസിത രാജ്യമെന്ന് വിശേഷിപ്പിക്കുന്ന യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ ഈ പാൻഡമിക് കഴിഞ്ഞിട്ട് there has been a huge revival of trade union activity in America. And that is now being, and despite mainstream media അത് റിപ്പോർട്ട് അവിടുത്തെ മെയിൻസ്ട്രീം മീഡിയ റിപ്പോർട്ട് ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിച്ചിട്ടും they cannot ignore it because അത്ര ആക്റ്റീവാണ് ഈ ട്രേഡ് യൂണിയൻ പ്രസ്. ആമസോണിൻ്റെ കൂട്ടുള്ള വലിയ കമ്പനീസിനെ അവർ യൂണിയൻസ് ഫോം ചെയ്ത് അത് ഇടയ്ക്ക് അത് പരാജയപ്പെട്ടു. പിന്നെ അവർ ഫൈനലി വൺ ആൻഡ് മുട്ടുകുത്തിച്ചു ഈ വലിയ പ്രസ്ഥാനങ്ങളെയൊക്കെ. അപ്പം ഇതിൻ്റെ പ്രസക്തി മാറിയിട്ടില്ല. ഇതിൻ്റെ ഈ തൊഴിലാളി പ്രസ്ഥാനം, ഈ ട്രേഡ് യൂണിയൻ തൊഴിലാളി അവകാശങ്ങൾ സംരക്ഷിക്കാനായിട്ട് ആവശ്യമുള്ള ഒരു ഘടകമാണ്. അവരുടെ അഭാവത്തിൽ നല്ല കാര്യങ്ങൾ അല്ല സംഭവിക്കാൻ പോകുന്നതെന്നുള്ള തെളിവ് വേണമെങ്കിൽ അമേരിക്കയിൽ നടക്കുന്ന കാര്യം നോക്കിയാൽ മതി. ഇപ്പോൾ ഈ പറഞ്ഞ ഫാക്ടറി അല്ലെങ്കിൽ ഇൻഡസ്ട്രി എന്നൊക്കെ പറയുന്നത് അത്തരത്തിൽ നിന്ന് മാറിയിട്ട് വെർച്വൽ ആയിട്ടുള്ള ഒരു വലിയ ബിസിനസ്സാണല്ലോ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ എങ്ങനെയായിരിക്കും? അവിടെ വലിയ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളൊന്നും കേരളത്തിൽ രൂപപ്പെട്ടിട്ടില്ല, ലോകത്ത് തന്നെ ഇല്ല എന്ന് പറയാം. അല്ല, അത് ഇപ്പം വർക്ക് ഫ്രം ഹോം ആയിട്ടുള്ള, യു മീൻ ദാറ്റ്? അല്ല, പക്ഷെ ആമസോണൊക്കെ തന്നെ, ആമസോൺ ആൻഡ് പ്രത്യേകിച്ച് ആമസോൺ അവരുടെ മോഡലിൽ വലിയ ആഗ്രിഗേഷൻ സെൻറ്റേഴ്സ് ഉണ്ട് വേർ ദിസ് ഈ ലോജിസ്റ്റിക്സ് ഇതൊക്കെ ചെയ്യുന്നത്. ആയിരക്കണക്കിന് ആൾക്കാർ വന്ന് ജോലി ചെയ്യുന്നത്. അവിടെ ട്രേഡ് യൂണിയൻ പ്രസക്തി ഉണ്ട്, അവിടെ വളരുന്നുണ്ട്. ഇപ്പോൾ ട്രേഡ് യൂണിയൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ബിക്കോസ് അവർ നിയമങ്ങളെല്ലാം ലംഘിക്കുകയാണ് ദി ബിഗ് എംപ്ലോയേഴ്സ്. അവരുടെ സൈസ് ആൻഡ് ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ആൻഡ് നെഗോഷിയേറ്റിംഗ് ഹ്യൂജ് ബ്രൂട്ട് നെഗോഷിയേറ്റിംഗ് പവർ ഉപയോഗിച്ചുകൊണ്ട് വർക്കർ റൈറ്റ്സൊക്കെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നതിന് അമേരിക്കൻ മീഡിയയെ തന്നെ ചിത്രീകരിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് നോട്ട് സം റഷ്യന്നോ ചൈനയെന്നോ വന്ന ന്യൂസൊന്നും അല്ല. ഇങ്ങനത്തെ ഉള്ള വിഷയങ്ങളെപ്പറ്റി ചർച്ച ചെയ്യുമ്പം ഈ വസ്തുതകളിലല്ല ആൾക്കാർ ശ്രദ്ധിക്കുന്നത്. അവർ നോക്കുന്ന ആരാണ് ഇത് പറഞ്ഞത്. എന്തെങ്കിലും RTയിൽ നിന്ന് വന്ന ന്യൂസാണോ, അല്ലെങ്കിൽ ടെലിഗ്രാമിൽ നിന്ന് വന്ന ന്യൂസാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും റഷ്യൻ സൗണ്ടിങ് പേരോ ചൈനീസ് സൗണ്ടിങ് പേരാണെങ്കിൽ അവർ പറയാം അപ്പം നമുക്ക് മനസ്സിലായി അയാൾ മറ്റവരുടെ ആളായിരിക്കണം. സോ അത്ര രാഷ്ട്രീയവൽക്കരിച്ചിരിക്കുകയാണ്, അത്ര എക്സ്ട്രീമായിട്ട് വന്നിരിക്കുകയാണ് ദിസ് പ്രൊപ്പഗൻഡൈസേഷൻ ഓഫ് മീഡിയ ദാറ്റ് നമുക്ക് വി ആർ നോട്ട് പ്രിപ്പയർഡ് ടു ഡിസ്കസ് ഫാക്ട്സ്. അപ്പം ഇപ്പം US ഇക്കോണമിയിൽ റഷ്യയും ചൈനയ്ക്കും ആർക്കും പ്രസക്തിയില്ല. ലെറ്റ്സ് ജസ്റ്റ് ലുക്ക് അറ്റ് ദി US ഇക്കോണമി. അപ്പോൾ US ഇക്കോണമിയിൽ നടക്കുന്ന US വർക്കേഴ്സും US എംപ്ലോയേഴ്സും US ഗവൺമെൻറ്റും അവിടുത്തെ സമൂഹവും അവിടുത്തെ ഇക്കോണമിസ്റ്റും മാധ്യമങ്ങളും എല്ലാവരും കൂടെ ചേർന്നുള്ള ഒരു ഡിസ്കഷനിൽ ഒരു ബൗണ്ടറി, ആ ബൗണ്ടറീസിനുള്ളിൽ മാത്രം നമ്മൾ ചർച്ച ചെയ്താൽ മതി. എന്നിട്ട് നമ്മൾ മനസ്സിലാവും ദാറ്റ് ട്രേഡ് യൂണിയത്തിൻ്റെ പ്രസക്തി കുറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, എൻ്റെ അഭിപ്രായത്തിൽ വളർന്നുകൊണ്ട് വരികയാണ്. കേരളത്തിൻ്റെ ഒരു കോണ്ടസ്റ്റിൽ സാർ എങ്ങനെയാണ് പറയുക, ഇനി ഒരു ഫ്യൂച്ചർ ഇത് വെച്ച് പറയുകയാണെങ്കിൽ? അല്ല, ട്രേഡ് യൂണിയൻ പ്രസ്ഥാനം എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പം കേരളത്തിലെ വ്യവസായ മേഖലയുടെ ഫ്യൂച്ചർ
കേരള ഈസ് ഓൾറെഡി മോർ എ സർവീസ് സെക്ടർ ഓറിയൻറ്റഡ് ഇക്കോണമിയാണ്. ഒരു 65-70% സർവീസ് സെക്ടറാണ്. ആൻഡ് ആ സെഗ്മെൻറ്റ് വളർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പം നമ്മൾ സർവീസ് സെക്ടർ എന്ന് പറയുന്ന ഒരു ഓമന പേര്, അൺഫോർച്ചുനേറ്റ്ലി ഇറ്റ് ഓൾസോ കവേഴ്സ് ഡൊമസ്റ്റിക് സെർവൻറ്റ്, ഇറ്റ് ഓൾസോ കവേഴ്സ് ദി ദി ഡ്രൈവർ ഓഫ് എ വെഹിക്കിൾ, ദി ക്ലീനർ ഓഫ് എ വെഹിക്കിൾ, എല്ലാം സർവീസ് സെക്ടറാണ്. നമുക്ക് അങ്ങനത്തെ സർവീസ് സെക്ടർ അല്ല ഞാൻ പറയുന്നത്. നമ്മളെ സർവീസ് സെക്ടർ വരേണ്ടത് ഫൈനാൻഷ്യൽ സർവീസസ്, ഹെൽത്ത് കെയർ സർവീസസ്, പിന്നെ ഹോം ക്ലീനിങ് സർവീസസ്, ഇതെല്ലാം ഇത് മാനേജറിയലൈസ് ആൻഡ് ഇൻഡസ്ട്രിയലൈസ്ഡ് ഫോംസ് ഓഫ് ഓർഗനൈസേഷൻസിലേക്ക് വരണം. എന്നാൽ വാട്ട് വിൽ ഹാപ്പൻ ഇസ് ദി സർവീസ് സെക്ടർ വിൽ ബിക്കം സർവീസ് സെക്ടർ ഷുഡ് ബിക്കം ദ ഹയസ്റ്റ് പേയിങ് സെക്ടർ. അല്ലാതെ സർവീസ് സെക്ടർ ഷുഡ് നോട്ട് ബി ദി ഇൻഫോർമലൈസേഷൻ ഓഫ് ദി ഇക്കോണമി. നേരത്തെ ഒരു ഫാക്ടറിക്കുള്ളിൽ നടന്ന കാര്യങ്ങൾ ഇപ്പം ഓരോ ഇൻഡിവിജ്വൽസ് പോയി അവരുടെ വീട്ടിലിരുന്ന് കുടിൽ വ്യവസായമായിട്ട് ചെയ്യുന്നത്, അതിൽ പ്രത്യേകിച്ച് വലിയ ബെനിഫിറ്റ് ഇല്ല. അൺലെസ് പ്രൊഡക്ടിവിറ്റി ഗോസ് അപ്പ്, അൺലെസ് കോസ്റ്റ് കംസ് ഡൗൺ, അൺലെസ് ക്വാളിറ്റി ഗോസ് അപ്പ്, എന്നാൽ മാത്രമേ നമുക്കിത് ന്യായീകരിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഫാക്ടറി ഫോം ഓഫ് മാനുഫാക്ചറിങ് ഇറ്റ് സെൽഫ് ഇസ് ബെറ്റർ. ഈ 3 ഘടകങ്ങൾ, ക്വാളിറ്റി, കോസ്റ്റ് ആൻഡ് ഡെലിവറി, ആണ് മാനുഫാക്ചറിങ് വ്യവസായത്തെ പറ്റിയുള്ള അനിവാര്യമായിട്ടുള്ള ഘടകങ്ങൾ. അപ്പം ഞാൻ പറയുന്നത് കേരളത്തിലെ വ്യവസായത്തിൻ്റെ ഭാവി എങ്ങനെ ആയിരിക്കും എന്നുള്ളത്, ഇറ്റ് വിൽ ബി മൂവിങ് ടുവേർഡ്സ് നോളജ് ബേസ്ഡ് ഇൻഡസ്ട്രീസ്, വാല്യൂ ആഡഡ് ഹൈ ടെക്നോളജി ഇൻഡസ്ട്രീസിന് മാത്രമേ ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ. ബിക്കോസ് ഓഫ് ദി ഇൻക്രീസ് ഇൻ വേജസ് ആൻഡ് ഹയർ ആസ്പിറേഷണൽ ഒരു പോപ്പുലേഷനാണ് ഇവിടെ. അപ്പോൾ അവർ പഴയ അതുകൊണ്ടാണ് ഇപ്പം റബ്ബർ ടാപ്പറിൻ്റെ മകൻ റബ്ബർ ടാപ്പർ ആവാൻ തയ്യാറല്ല, ചുമട്ടുകാരൻ്റെ മകൻ ചുമട്ടുകാരനാവാൻ തയ്യാറല്ല. Even though rubber tapper will be getting twice as much pay as the white collar വർക്കറിനെക്കാട്ടിലും ഡബിൾ സാലറി കിട്ടുവാണെങ്കിലും മകന് ഇൻട്രസ്റ്റ് ഇല്ല അത് ചെയ്യാൻ. ഹി വാണ്ട്സ് ടു ഡു അനദർ ജോബ്. അതാണ് ആസ്പിറേഷണൽ ഇതാവുന്നത്. അപ്പോൾ അതിനോടുള്ള പ്രതികരണം ഇസ് നോട്ട് ടു നമ്മൾ പോയി കുറേ ലെക്ചേഴ്സ് ഓൺ ഡിഗ്നിറ്റി ഓഫ് ലേബർ എന്നൊക്കെ പറ്റിയൊക്കെ സംസാരിക്കുക അല്ല ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞ ഈ ഡിഗ്നിറ്റി ഓഫ് ലേബറിനെ പറ്റി ഒച്ചത്തിൽ സംസാരിക്കുന്നവരാരും ഒരു മമ്മട്ടി വെച്ചിട്ട് പോയി ഒരു പുരയിടം കിളച്ചിട്ടില്ല. അതുകൊണ്ടാണ് അവർ ഡിഗ്നിറ്റി ഓഫ് ലേബറിനെ പറ്റി സംസാരിക്കുന്നത് ഇത്ര ഒച്ചത്തിൽ. ഒരു 2 മണിക്കൂറൊന്ന് ഇറങ്ങി നിന്ന് ഒരു എന്താ പറയുക പുരയിടം കിളച്ച് കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും അതിലെന്ത് ഡിഗ്നിറ്റി ഉണ്ടെന്ന് ഉള്ള കാര്യം. അപ്പോൾ അതുകൊണ്ടാണ് ഈ അച്ഛനമ്മമാർക്ക് ഈ മാനുവൽ ലേബറേഴ്സിൻ്റെയോ ഹാർഡ് ഫിസിക്കൽ ലേബർ എടുക്കുന്നവർ അവരുടെ മക്കളെ പഠിപ്പിച്ച് വേറെ ഏതെങ്കിലും പ്രൊഫഷനിലേക്ക് അവരെ അയക്കാനായിട്ട് ശ്രമിക്കുന്നത് ദേ ഡോണ്ട് വാണ്ട് ദം ടു ഡു ദിസ് വർക്ക്. ബിക്കോസ് ഇതിൽ ഡിഗ്നിറ്റി ഇല്ല അവർ തിരിച്ചറിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ദേ വാണ്ട് ദം ടു ഗോ ഇൻ ടു സം അതർ ജോബ്, നോട്ട് ഈസിയർ ജോബ് ബട്ട് എ ബെറ്റർ പേയിങ് ജോബ്. അപ്പം കേരളത്തിൻ്റെ ട്രജക്ടറിയും ആ ഡയറക്ഷൻ എല്ലാ സമൂഹങ്ങളും ആ ഒരു ട്രജക്ടറിയിലേക്ക് ആയിരിക്കും പോകുന്നത്, ഫ്രോം ലോവർ വാല്യൂ ആഡഡ് ജോബ്സ് ടു ബെറ്റർ വാല്യൂ ആഡഡ് ജോബ്സ്. അപ്പോൾ അവിടെ ട്രേഡ് യൂണിയൻസിൻ്റെ പ്രസക്തി എന്ന് പറഞ്ഞാൽ ഐ തിങ്ക് വേറെവർ ലാർജ് നമ്പേഴ്സ് ഓഫ് പീപ്പിൾ ആർ വർക്കിംഗ് അണ്ടർ വൺ എംപ്ലോയർ, ദർ ഇസ് എ asymmetry ഇൻ ബാർഗൈനിങ് പവർ. ബിക്കോസ് റെമ്യൂണറേഷനും അത് ഇതൊക്കെ ഫിക്സ് ചെയ്യുന്ന ഇപ്പോഴും ഇറ്റ്സ് നോട്ട് ഫിക്സ്ഡ് ബൈ ഡെമോക്രാറ്റിക് മീൻസ്. അത് തന്നെ ഞാൻ ചിലപ്പം വിചാരിക്കും അതൊരു വിരോധാഭാസമാണെന്നാണ് ഞാൻ കാണുന്നത്. ഒരു ഡെമോക്രാറ്റിക് വ്യവസ്ഥയിൽ 1000 പേര് ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൽ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡിങ് അവരുടെ ജോലി വ്യവസ്ഥകളെ പറ്റി സകല കാര്യങ്ങളും തീരുമാനിക്കുന്ന ഒരാളാണ് അതിൻ്റെ ഉടമ. അവിടെ ജനാധിപത്യമൊന്നുമില്ല. അതെന്തുകൊണ്ടാണ്? അത് എന്ത് ഫാക്ടേഴ്സ് കൊണ്ടാണ് അത് നമുക്ക് അങ്ങനത്തെ ഒരു അപ്രോച്ച് ന്യായീകരിക്കാൻ പറ്റുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് ആ ഒരു അസിമെട്രി ഉള്ളിടത്തോളം കാലം ട്രേഡ് യൂണിയൻസിന് പ്രസക്തി ഉണ്ടാവും. നേരിട്ട് അറിയില്ല, എന്നാലും കേട്ടിട്ടുള്ളൊരു സംഗതി എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ജർമ്മനി പോലുള്ള സ്ഥലങ്ങളിലൊക്കെ അത്രയും ഒരു റെപ്രസെൻറ്റേഷൻ ട്രേഡ് യൂണിയൻ ഭാഗത്തുനിന്നും ഡയറക്ടർ ബോർഡിൽ കൊടുക്കുന്നു എന്നൊക്കെ അല്ല. ജർമ്മനി ഈസ് വെരി ഇൻട്രസ്റ്റിംഗ് കേസ്. ജർമ്മനിയിൽ ഒരു ആ ലിമിറ്റ് എനിക്കറിയില്ല, 100 പേരോ 500 പേരോ എന്തോ മിനിമം എംപ്ലോയ് ചെയ്യുന്ന ഏത് കമ്പനിക്കും ഡയറക്ടർ ബോർഡിൽ തൊഴിലാളി സംഘടനകളുടെ പ്രാതിനിധ്യം ഉറപ്പുവരുത്തണം.
അത് ലീഗൽ റിക്വയർമെൻ്റാണ് ഓഫ് ദി ഗവൺമെൻറ്. അപ്പം വർക്കർ റെപ്രസെൻറ്റേഷൻ ഓൺ ദ ബോർഡ് അവിടെ നിയമമായി കഴിഞ്ഞു എത്രയോ വർഷം മുമ്പ്. നമ്മളിവിടെ ചർച്ച ചെയ്യുന്നേ ഉള്ളൂ അതിനെപ്പറ്റി. ആൻഡ് അതും വി ആർ ടോക്കിംഗ് അബൌട്ട് ഇറ്റ് ആസ് ഇറ്റ് വിൽ ബി എ വെരി നെഗറ്റീവ് തിങ് അങ്ങനെ എന്തെങ്കിലും നടന്നാൽ. അതെനിക്ക് തോന്നുന്നു നമ്മുടെ അറിവില്ലായ്മ കൊണ്ടും നമ്മുടെ ഭയവും ആശങ്കകളും ഒക്കെ കൊണ്ടാണ്. ആൻഡ് അതിൻ്റെ അടിസ്ഥാന കാരണം ഈസ് നോട്ട് അവരുടെ അനുഭവമല്ല, അവരുടെ ആശങ്കകളാണ്. ഇതൊന്നും അനുഭവിച്ചിട്ടില്ല. ബിക്കോസ് അവരാണ് എംപ്ലോയർ. എംപ്ലോയി ഹാസ് ടു ആക്സെപ്റ്റ് വാട്ട് എവർ ദേ ആർ സേയിങ്. എംപ്ലോയിയുടെ ഇൻസെക്യൂരിറ്റിയാണ് എംപ്ലോയറിൻ്റെ ഏറ്റവും വലിയ വെപ്പൺ ഫ്രം ദി ഓൾഡ് ഡേയ്സ്, ഫ്രം 200 years ago. അത് തന്നെയാണല്ലോ. ആ എസിമെട്രി ഇൻ നെഗോസിയേഷൻ ഇസ് ബിക്കോസ് ഓഫ് ദി അൺസർട്ടനിറ്റി ആൻഡ് ഓഫ് ദി ഫ്യൂച്ചർ. അപ്പം അത് വൈ കാണ്ട് വി അഗ്രി ടു കൺസൾട്ടേറ്റീവ് വേ ഓഫ് ഡിസൈഡിങ് ഓൾ ദീസ് തിങ്സ്, എല്ലാ കാര്യങ്ങളും. ഇപ്പം നമ്മൾ ഫാക്ടറിയിൽ നിയമം അനുസരിച്ച് ഒരു ഫാക്ടറിയിൽ ദർ ഇസ് എ വർക്ക്സ് കമ്മിറ്റി. ആ വർക്ക്സ് കമ്മിറ്റിയുടെ സ്കോപ്പ് ഓഫ് വർക്ക് കണ്ടു കഴിഞ്ഞാൽ ആക്ച്വലി ഇറ്റ് ഷുഡ് ബി എ വർക്കർ പാർട്ടിസിപ്പേഷനോടുകൂടി നടത്തുന്ന പ്രസ്ഥാനങ്ങളായിരിക്കണം ഫാക്ടറീസ്. പക്ഷെ അങ്ങനെ അല്ലല്ലോ ഫാക്ടറീസ് നടത്തുന്നത്. ഫാക്ടറീസിൽ ഏത് കമ്പനീസ് ആയാലും, ഫൈനാൻസ് കമ്പനീസ് ആയാലും, ബാങ്ക്സ് ആയാലും, ഏതായാലും ദേ ആർ ഓൾ റൺ ലൈക്ക് ദേ റൺ ബൈ ഫിയാറ്റ്. ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഫിയാറ്റാണ് ഒരു കമ്പനിക്കുള്ളിൽ പ്രിവെയിൽ ചെയ്യുന്നത്. കമ്പനിയുടെ വെളിയിൽ നമ്മുടെ പൊളിറ്റിക്കൽ രംഗത്ത് ജനാധിപത്യം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നടക്കും. പക്ഷേ അത് ഫാക്ടറി ഗേറ്റിൽ നിന്ന് ഇപ്പുറത്ത് വരുമ്പം അഡ്മിനിസ്ട്രേറ്റീവ് ഫിയാറ്റ്, അതായത് മാനേജ്മെൻറ്റ് ലേ ഡൗൺ ചെയ്യുന്ന റൂൾസ്, അതാണ് പ്രിവെയിൽ ചെയ്യുന്നത്. അത് വൈ ഷുഡ് ഇറ്റ് ബി സോ? അതാണ് എൻ്റെ തിങ്. ബിക്കോസ് നമ്മളങ്ങനെ നോക്കിയാൽ വേറെ പല ഫോംസ് ഓഫ് പൊളിറ്റിക്കൽ എൻ്റെ ബിസിനസ് മാനേജ്മെൻറ്റ് ഉണ്ട്. പക്ഷേ ദാറ്റ്സ് അനദർ സബ്ജക്ട്. സോ ദാറ്റ്സ് മൈ ആൻസർ. അപ്പം ഞാൻ നമ്മളിപ്പം ചുരുക്കി പറയുകയാണെങ്കിൽ ഇപ്പം കേരളത്തിൻ്റെ ഒരു മോഡൽ, ഈ ട്രേഡ് യൂണിയനും വർക്ക് ഫോഴ്സും ഒക്കെയുള്ള ഒരു മോഡൽ എന്ന് പറയുന്നത് സാറിനെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ലൊരു അല്ല. കേരളത്തിന് സജീവ്, ഞാൻ പറയുന്ന കേരളത്തിലെ ഒരു മോഡൽ എന്ന് പറയുന്ന ഇല്ല ഇപ്പം. ദർ ഇസ് എ കേരള മോഡലിന് ഞാൻ വിശേഷിപ്പിക്കില്ല. ദർ ഇസ് എ വാട്ട് മെനി പീപ്പിൾ തിങ്ക് ഇസ് എ വാട്ട് ഹാപ്പൻസ് ഇൻ കേരള ഇസ് that you have badly behaved trade unions and avaranu vanna they create trouble and make it impossible for business to work and adava oru business ne engil oru uneasy compromise like ettuvanenkil adoru valare inefficient business aite work cheyan pattullu നായിരിക്കണമല്ലോ അല്ലേ? ഹൗ കൻ ഇറ്റ് ബി ആൻ എഫിഷ്യൻറ്റ് ബിസിനസ് ഇങ്ങനത്തെ ഒരു കോംപ്രമൈസിലാണെങ്കിൽ? അപ്പോൾ അതുകൊണ്ട് ബുദ്ധിയുള്ള ഏത് വ്യവസായിയും സംരംഭകനും കേരളത്തിന് പുറത്തു പോകും. അപ്പോൾ ഇങ്ങനെ. പക്ഷെ ഞാൻ പറയുന്നത് എൻ്റെ സ്ഥാപനം ഉൾപ്പെടെ ഞാൻ പഠിച്ചിട്ടുള്ള ഈ 50 മാനുഫാക്ചറിങ് സ്ഥാപനങ്ങളും ഞാൻ എൻ്റെ ബുക്കിൽ പരാമർശിക്കാത്ത, മെൻഷൻ ചെയ്യാത്ത പൊതുമേഖല, ബോത്ത് സെൻട്രൽ ഗവൺമെൻറ് ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് പൊതുമേഖല സ്ഥാപനങ്ങളും, പിന്നെ നോൺ മാനുഫാക്ചറിങ് രംഗത്ത് നോക്കിയാൽ സർവീസ് സെക്ടറും എല്ലാം വളരെ പ്രോഫിറ്റബിളായിട്ട് നടക്കുന്ന എത്രയോ കമ്പനീസ് ഉണ്ട്. അവർക്ക് എല്ലാവർക്കും തൊഴിലാളി സംഘടനകൾ കാണുമായിരിക്കും, ഇല്ലായിരിക്കും. പക്ഷേ ഇല്ലാത്തതിൻ്റെ അർത്ഥം നോട്ട് ദറ്റ് ദേ കനോട്ട് ഫോം ഇറ്റ്, ദേ കൻ ഫോം ഇറ്റ്. അപ്പം എന്നിട്ടും ഇതെല്ലാം ഇക്കണോമിക്കലി പ്രോഫിറ്റബിളി നടക്കുന്നു. അപ്പം ഈ കേരള മോഡൽ എന്ന് പറയുന്നത് ആക്ച്വലി ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. ഇറ്റ്സ് ദ പെർസെപ്ഷൻ ദറ്റ് ഇൻ കേരള വ്യവസായങ്ങൾ നടത്താൻ പറ്റില്ല എന്നുള്ളത് ബിക്കോസ് ഓഫ് ട്രേഡ് യൂണിയൻസ് എന്നുള്ള ഒരു പെർസെപ്ഷൻ എൻ്റെ ബുക്കിൽ ഞാൻ ഈ മാനുഫാക്ചറിങ് സെക്ടറിനെ സംബന്ധിച്ചിടത്തോളം വാട്ട് ഐ ആം ട്രൈങ് ടു ഞാനതിൽ ആ ബുക്കിൽ ശ്രമിച്ചിട്ടുള്ളത് ഇസ് ടു ഷോ ദാറ്റ് ഈ 50 കമ്പനീസിനെ സംബന്ധിച്ച് ദിസ് ഇസ് നോട്ട് എ പ്രോബ്ലം. പലതിലും ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങൾ കാണത്തില്ലായിരിക്കും. പക്ഷേ ദാറ്റ് ഈസ് നോട്ട് ബിക്കോസ് ദേ കനോട്ട് ബി ഫോംഡ്. വർക്കേഴ്സ് ഡിഡ് നോട്ട് ഫോം ഇറ്റ്. അവർക്ക് ആ അവകാശമുണ്ട്, അത്രയേ ഉള്ളൂ.